തമിഴ് മണ്ണിൽ രാഷ്ട്രീയ പോരാട്ടം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒന്നാണ്. തമിഴ് ജനത തങ്ങളുടെ പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ജനാധിപത്യത്തിന്റെ ഉത്സവ ലഹരിയല്ല, മറിച്ച് പണക്കൊഴുപ്പിന്റെയും അഴിമതിയുടെയും കറുത്ത നിഴലുകളാണ് ദൃശ്യമാകുന്നത്. പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ഈ നിർണായക വേളയിൽ വോട്ടർമാരുടെ വിവേചന ബുദ്ധിയെ വെറും നോട്ടുകെട്ടുകൾ കൊണ്ട് വിലക്കെടുക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും കരുത്ത് വോട്ടർമാർക്കുള്ള സ്വതന്ത്രമായ തീരുമാനങ്ങളാണ്. എന്നാൽ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ്. രാമനാഥപുരത്ത് വോട്ടർമാർക്ക് പണം നൽകുന്നതിനിടെ 3 AIADMK പ്രവർത്തകർ അറസ്റ്റിലാവുകയും തെങ്കാശിയിൽ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇത് പണക്കൊഴുപ്പിന്റെ ആഴം വ്യക്തമാക്കുന്നു. ആദർശങ്ങളും വികസനങ്ങളും ചർച്ച ചെയ്യേണ്ട വേദികളിൽ നിന്ന് പണത്തിന്റെ വിനിമയമാണ് സംസാര വിഷയം. കോയമ്പത്തൂർ സൗത്തിൽ ഒരു വോട്ടിന് 5000 രൂപ വരെ വാഗ്ദാനം ചെയ്യപ്പെട്ടുവെന്ന ആരോപണം കേവലം രാഷ്ട്രീയ വൈരാഗ്യമല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പൊതുജനം ഭയപ്പെടുന്നു. വോട്ടർമാരുടെ ദാരിദ്ര്യത്തെയും നിസ്സഹായ അവസ്ഥയും ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലേറാൻ ശ്രമിക്കുന്ന മുന്നണികൾ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് തകർക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിരീക്ഷണങ്ങൾ നിൽക്കുമ്പോഴും പഴുതുകൾ കണ്ടെത്തി പണമൊഴുക്കാൻ പാർട്ടികൾ കാണിക്കുന്ന വ്യഗ്രത ആശങ്കാജനകമാണ്. വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ തമിഴ്നാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സത്യസന്ധമായ വോട്ടിങ്ങിനാണോ അതോ പണത്തിന് മുൻപിൽ മുട്ടുമടക്കുന്ന ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. തമിഴ്നാടിന്റെ തെക്കൻ തീരദേശ ജില്ലയായ രാമനാഥപുരത്താണ് ജനാധിപത്യത്തെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള നാടകീയമായ പണമിടപാടുകൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അണിയറയിൽ വോട്ടർമാർ പണം നൽകി സ്വാധീനിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണ്. കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡും പോലീസും നടത്തിയ മിന്നൽ പരിശോധനയിൽ രാമനാഥപുരത്ത് 3 AIADMK പ്രവർത്തകർ അറസ്റ്റിലായി. വോട്ടർമാരുടെ പട്ടികയും കയ്യിൽ കരുതി വീടുകൾ തോറും കയറിയിറങ്ങി നോട്ടുകെട്ടുകൾ വിതരണം ചെയ്യുന്നതിനിടെയാണ് ഇവരെ പോലീസ് കൈയോടെ പിടികൂടിയത്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഓരോ വാർഡിലും എത്ര വോട്ടർമാർ ഉണ്ടെന്നും ആർക്കൊക്കെ എത്ര രൂപ വീതം നൽകിയെന്നും വ്യക്തമാക്കുന്ന കൃത്യമായ ലിസ്റ്റുകൾ അവരുടെ പക്കലുണ്ടായിരുന്നു. കേവലം ഒരു പ്രാദേശിക നീക്കത്തിനപ്പുറം ആസൂത്രിതമായ ഒരു ശൃംഖല തന്നെ ഈ പണമിടപാടിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അറസ്റ്റിലായവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ പണം എവിടെ നിന്ന് വന്നു എന്നതിലേക്കും മറ്റു പ്രമുഖ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതിലേക്കും വെളിച്ചം വീശാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന മണിക്കൂറുകളിൽ പഴുതടച്ച പരിശോധന തുടരുമെന്നും പണമൊഴുക്ക് തടയാൻ കൂടുതൽ ഫ്ലൈയിംഗ് സ്ക്വാഡുകളെ രാമനാഥപുരത്തെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജനാധിപത്യത്തെ പണം കൊണ്ട് വിലക്കെടുക്കാനുള്ള ഈ നീക്കം തമിഴ് മണ്ണിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിതുറന്നിരിക്കുന്നത്. രാമനാഥപുരത്തെ അറസ്റ്റുകൾക്ക് പിന്നാലെ തെങ്കാശി ജില്ലയിലെ ആലങ്കുളം മണ്ഡലത്തിലാണ് വൻ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മണ്ഡലത്തിലെ AIADMK സ്ഥാനാർത്ഥി KRP പ്രഭാകരനെതിരെ പോലീസ് ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. സ്ഥാനാർത്ഥിക്ക് പുറമെ പാർട്ടിയുടെ 50ഓളം സജീവ പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ നടപടിയിലേക്ക് നയിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വിവാദ വീഡിയോ ദൃശ്യമാണ്. വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി എങ്ങനെ പണം വിതരണം ചെയ്യണം, ഓരോ മേഖലയിലും എത്ര തുക വീതം നൽകണം എന്നതിനെക്കുറിച്ച് ഒരു സ്ഥാനാർത്ഥി തന്നെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നതാണ് വീഡിയോയിലുള്ളത്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നതെന്ന് പ്രാദേശിക അന്വേഷണത്തിൽ വ്യക്തമായി. നോട്ടിന് പണം നൽകാനുള്ള നീക്കം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും ഇതിനായി വലിയൊരു സംഘത്തെ തന്നെ മണ്ഡലത്തിൽ വിന്യസിച്ചിരിക്കുന്നതായും പോലീസ് സംശയിക്കുന്നു. വീഡിയോ പുറത്തു വന്നതോടെ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കണമെന്നും ആവശ്യപ്പെട്ട് DMK അടക്കമുള്ള പാർട്ടികൾ പരാതി നൽകി. പരസ്യ പ്രചാരണം അവസാനിക്കുന്ന മണിക്കൂറുകളിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുന്നണികൾക്ക് വലിയ തലവേദനയാണ്. ആലങ്കുളം മണ്ഡലത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും കൂടുതൽ പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂർ സൗത്ത് മണ്ഡലം ഇന്ന് വാർത്തകളിൽ നിറയുന്നത് വമ്പൻ പണമിടപാടുകളുടെ പേരിലാണ്. DMK സ്ഥാനാർത്ഥി സെന്തിൽ ബാലാജി ഒരു വോട്ടിന് 5000 രൂപ നൽകുന്നുവെന്ന പരാതിയുമായി AIADMK സ്ഥാനാർത്ഥി K അർജുനൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജില്ലാ കളക്ടർക്ക് ഔദ്യോഗികമായി പരാതി നൽകി. കരൂരിൽ നിന്നുള്ള ഗുണ്ടാ സംഘത്തെയും പ്രവർത്തകരെയും കോയമ്പത്തൂരിൽ എത്തിച്ച് അവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാക്കി നിർത്തിയാണ് ഈ പണവിതരണം നടത്തുന്നതെന്നാണ് ആരോപണം. 18ഓളം സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പേരിൽ പണം വിതരണം ചെയ്യുന്നതിലൂടെ പോലീസിന്റെ കണ്ണു വെട്ടിക്കാനാണ് DMK ശ്രമിക്കുന്നത്. കരൂരിൽ നിന്നുള്ള ഗുണ്ടാ സംഘത്തെയും പ്രവർത്തകരെയും കോയമ്പത്തൂരിൽ എത്തിച്ച് അവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിർത്തിയാണ് ഈ പണവിതരണം നടത്തുന്നതെന്നാണ് ആരോപണം. 18ഓളം സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പേരിൽ പണം വിതരണം ചെയ്യുന്നതിലൂടെ പോലീസിന്റെ കണ്ണു വെട്ടിക്കാനാണ് DMK ശ്രമിക്കുന്നതെന്ന് AIADMK ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തമിഴ് മണ്ണിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ള നേതാവ് അസദുദ്ദീൻ വൈസിയുടെ AIMI നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഏവരെയും അമ്പരപ്പിച്ചു.
തമിഴ്നാടിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ MK സ്റ്റാലിൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകണമെന്നുമാണ് OIC-യുടെ ആഹ്വാനം. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് DMK കണക്കുകൂട്ടുന്നത്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വോട്ടർമാരെ വൈകാരികമായി സമീപിക്കാനാണ് MK സ്റ്റാലിൻ ശ്രമിക്കുന്നത്. പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം BJP-ക്കെതിരെ കടുത്ത ആക്രമണമാണ് നടത്തിയത്. BJP തമിഴ്നാടിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ആ വളർച്ച തടയാൻ സ്റ്റാലിൻ ഒരു അപകടകാരിയായി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഞാനിപ്പോൾ തമിഴ്നാടിന്റെ അച്ഛന്റെ സ്ഥാനത്താണ് എന്ന സ്റ്റാലിന്റെ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഞാൻ ഹിന്ദുവിരുദ്ധനല്ലെന്നും ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ച് ചരിത്രമാണ് തന്റെ സർക്കാരിനുള്ളതെന്നും വ്യക്തമാക്കിയ അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ആദ്യം തെരുവിൽ ഇറങ്ങുന്നത് താനായിരിക്കുമെന്നും ഉറപ്പു നൽകി. പരസ്യ പ്രചരണം അവസാനിക്കുന്നതോടെ പുറത്തുനിന്നുള്ളവർ മണ്ഡലം വിടണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരെ പിടികൂടാൻ ഫ്ലൈയിങ് സ്ക്വാഡുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. തമിഴ് ജനത ആർക്കൊപ്പം നിൽക്കുമെന്ന് അറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി.